ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിക്ക വീഡിയോസിലും പറയുന്നത് പോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന എല്ലാ യൂട്യൂബറും നമ്മുടെ റെഗുലറായിട്ട് വീഡിയോ ഇടണമെന്ന്. റെഗുലറായിട്ട് വീഡിയോ ഒന്നരയെങ്കിലും നിങ്ങളുടെ വീഡിയോ ഇടാൻ ശ്രമിക്കണം. അപ്പോൾ പറ്റുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഹൗസ് വൈഫ് ആണെങ്കിലും വീട്ടുജോലി ചെയ്യുന്നവരാണെങ്കിലും കുട്ടികളെ നോക്കുന്നവരാണെങ്കിലും ഈ പറ്റുന്ന രീതിയിൽ തന്നെ കുറച്ച് ടൈം ആക്കി വെച്ച് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവർ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്ന ആളായാൽ പോലും നമ്മൾ വിചാരിക്കുന്ന അത്ര വ്യൂസ് കിട്ടുന്നില്ല, നമ്മുടെ ചാനൽ വൈറലാകുന്നില്ല, റിച്ച് ആവുന്നില്ല, സബ്സ്ക്രൈബർ ഒട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം യൂട്യൂബിലാണെങ്കിലും ഒരുപാട് പേര് ചെയ്യുന്നതൊക്കെയാണ്, നല്ല മാറ്റമുണ്ട്, സബ്സ്ക്രൈബ് കൂടുന്നവരുണ്ട് എന്ന് പറയുന്നത് വളരെ സന്തോഷം. പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നവരാണ്, നമ്മൾ വിചാരിച്ചത്ര വ്യൂസ് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യൂസ് ഇത്ര കുറയുന്നു എന്ന് വെച്ച് ഇമ്പോർട്ടൻ്റായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് കുട്ടികളുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അതിനിടയിൽ കൂടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്തും ഹൗസ് വൈഫ് ആയിരുന്നപ്പോഴും ഒന്ന് ട്രൈ ചെയ്യാം എന്ന രീതിയിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ എന്ന ചിന്തയിലേക്ക് ഞാൻ കയറിയത്. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ എനിക്ക് തോന്നുന്നു 6 മാസമായിട്ടില്ല, 6 മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യത്തേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഷോർട്സ് മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീടാണ് പതുക്കെ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത്. അതും വല്ലപ്പോഴേക്കാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ഇട്ട് വന്ന സമയത്താണ് ഷോർട്സിന് വ്യൂസ് ഉണ്ട്, വാച്ച് അവർ ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഈ ചാനൽ തൊട്ട് മുതലാണ് ഞാൻ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു 3-4 മാസം കൊണ്ട് എൻ്റെ ചാനലിലായാലും ഡെയിലി സബ്സ്ക്രൈബേഴ്സ് ആയാലും വാച്ച് ഓവറൊക്കെ ആണെങ്കിൽ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സിറ്റുവേഷൻ തന്നെയാണ് ആദ്യം ഓർത്തത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന വീട്ടിലെ കാര്യങ്ങളല്ലേ നോക്കുന്നു, അപ്പോൾ കുട്ടികളെ നോക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ആ ഒരു രീതിയിൽ നമുക്കൊരു ഇൻകം കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലാണ് നമ്മൾ കുറച്ചൊക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ നമുക്കറിയാവുന്ന നോളജ് നമുക്കുള്ളവർക്ക് ചുറ്റുമുള്ളവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ കുട്ടികളുള്ള സമയത്ത് അവർ സ്കൂളുകളിൽ പോകുന്ന സമയത്തൊക്കെയാണ് നമ്മളിതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു തമ്പയിനിലൊക്കെ ഉണ്ടാക്കി വീഡിയോ ഇടുന്നവരൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ബെനിഫിറ്റ്? കാരണം നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളാണ്. സ്ഥിരമായ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ടൈം അപ്ലോഡ് ചെയ്യുക. ഈ കറക്റ്റ് ടൈമിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ടൈം ടേബിൾ കറക്റ്റ് ആകണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വീഡിയോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒട്ടുമിക്ക ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഇത് തന്നെയാണ്. ഞാൻ കാണുന്ന നമ്മൾ പോകുന്ന സിറ്റുവേഷനിൽ കൂടെയൊക്കെയാണ് അവർ കടന്നു പോകുന്നത്. ഈ ടൈം ഇല്ലാതാണ് മെയിൻ പ്രശ്നം. എന്നെ സംബന്ധിച്ച് ഇത്തരം ആൾക്കാരോട് പറയാനുള്ളത്, മെൻ്റലി ഒരുപാട് ഡൗൺ ആയേക്കാം, എങ്കിലും തളരാതെ നമുക്കിപ്പോൾ പറ്റുന്ന ടൈമിൽ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഇൻകം കിട്ടണം എന്നുള്ള ഇതിലാണ് നമ്മൾ മസ്റ്റായിട്ട് ഫ്രണ്ടിലോട്ട് തന്നെ പോവുക, ബാക്കിലോട്ട് പോകാതെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട പതുക്കെ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങി നമ്മൾ ഇൻകം ആയാലും ശരി തന്നെ ആദ്യമൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ പരിഹാസമൊക്കെയായിരിക്കാം, എങ്കിലും ഒരു മടിയും ഇല്ലാതെ നമ്മൾ വീഡിയോ ആൾക്കാർക്കിലേക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊരു മാറ്റം ഒക്കെ വരും. അതൊക്കെ നിങ്ങൾക്കൊരു വ്യൂസായിട്ട് കൂടിക്കോളും. അപ്പോൾ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, ഇതുപോലെ ക്വാളിറ്റി കുറഞ്ഞവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെ വൈറലാകുന്നത്? ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബർ ഉണ്ട് അവർക്ക്.
അപ്പോൾ അവർക്ക് വീഡിയോയ്ക്ക് എന്തിട്ടാലും എന്തെല്ലാം ഒരു കറി ഇട്ടാലും അവർക്ക് ട്രാവൽ പോകുന്ന വീഡിയോ ഇട്ടാലും അവർക്ക് വൈറലാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാത്രം എന്തുകൊണ്ട് വൈറലാകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അവർ ചോദിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ കൂടെയൊക്കെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും എന്തൊക്കെ വീഡിയോസ് ആയാലും ലൈക്ക് കിട്ടുന്നുണ്ട്, കമൻറ്റ് കിട്ടുന്നുണ്ട്, ലൈക്ക് ആയാലും ഷെയർ ആയാലും കിട്ടുന്നതുണ്ട്. അപ്പോൾ എല്ലാ ഫേമസ് ആയുള്ള യൂട്യൂബർക്കാർക്കും ഷോർട്സിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവരെന്തെങ്കിലും ഒരു ഷോർട്സ് ഇട്ട് കഴിയുമ്പോൾ അത് വൈറലായി. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെയുള്ള ഇതല്ല. കണ്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ വൈറലാകണമെന്നില്ല. മാക്സിമം കൂടി പോയാൽ 1K അതിൽ കുറഞ്ഞ ആൾക്കാരുണ്ട്, അതിന് മുകളിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് കൂടെ പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന 90% ആൾക്കാരും എനിക്കൊരു കാര്യം പറയാനുള്ളത്, 2 കാര്യങ്ങളുണ്ട്. നമുക്ക് വീഡിയോസിന് വ്യൂസ് കിട്ടണം, ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ എന്നുള്ളത് മാക്സിമം തമ്പനയിൽ, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, അതുപോലെ തന്നെ റെഗുലറായിട്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മളുടെ ചാനലിലുള്ള എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾ അത് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മായം ചേർത്ത വെജിറ്റബിൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊപ്പം തന്നെ അവരും വേറെ എടുത്തു. അപ്പോൾ മായം ചേർക്കാതെ വെജിറ്റബിളും മായം ചേർത്ത വെജിറ്റബിളും കൂടെ നിങ്ങൾ വെക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസ് അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏത് കൂടുതലാണ് സെയിൽസ് കിട്ടുക എന്നത് നിങ്ങൾ നോക്കിക്കൊള്ളുക. അപ്പോൾ മായം ചേർത്ത വെജിറ്റബിൾസാണ് കൂടുതലും പർച്ചേസ് ചെയ്ത് പോകുന്നത്. അപ്പം അവർ മനസ്സിലാക്കുന്നില്ല ഇത്രയും ബെനിഫിറ്റ്, ഇതിനൊക്കെ ഗുണങ്ങൾ, നല്ലതിന് നല്ല ഒരു ഗുണമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആൾക്കാർ വരാത്ത സ്ഥലങ്ങളിൽ നിന്നും ഈ പബ്ലിക് പ്ലേസിൽ നിന്നാണ് സെയിൽ ചെയ്തത്. ഇപ്പോൾ നമ്മളെ കാര്യമായിട്ടൊന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് നോക്കുകയും, വെജിറ്റബിൾ എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന ഒരു വീഡിയോ ആണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ യൂട്യൂബ് ചാനലാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ക്വാളിറ്റിയുള്ള വീഡിയോസ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കുറവായിരിക്കും. എന്നാൽ നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരായിരിക്കും, ഒരുപാട് സെയിലുള്ള ആൾക്കാർ. അപ്പോൾ അയാളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയും, അയാൾ പറയുന്ന ഒരു ഫ്യൂച്ചർ കസ്റ്റമർ ഉണ്ട് എന്നാണ്, എന്നാൽ ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടെന്നാണ് അയാൾ പറയുന്നത്. കാരണം അവരുടെ വീഡിയോസിന് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുക. മാത്രമല്ല ഒരുപാട് നാൾ കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് ആ ഒരു പ്രൈസ്, ഈ ഫോഴ്സ് കിട്ടുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഒരുപാട് സബ്സ്ക്രൈബർ ഉള്ളത് കൊണ്ട് ക്വാളിറ്റി കുറഞ്ഞ വീഡിയോ ഇട്ടാലും അവരുടെ ചാനൽ റെക്കമെൻഡേഷനൊക്കെ പോകുന്നത് കൊണ്ടും എന്ത് വീഡിയോസ് ആയാലും അത് ആൾക്കാർ കാണും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ചാനൽ ഒരു പാസിങ്ങിന് മാത്രമാണ്. നമ്മളതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സെയിം കാര്യം തന്നെയാണ്. അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇപ്പോഴും സബ്സ്ക്രൈബർ ആയാലും അയാളെ സപ്പോർട്ട് ചെയ്ത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മളൊരു നല്ലൊരു ജെന്യൂളായിട്ടുള്ള കമ്പനിയിൽ ഉണ്ടാക്കിയെടുക്കുക. അതുമല്ല കാശ് കൊടുത്ത് സബ്സ്ക്രൈബർ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും ആരും കാണത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ 35K സബ്സ്ക്രൈബർ ആയി എന്നുള്ള പറയുന്ന ആൾക്കാരാണ്. എന്നാൽ അവരുടെ ചാനൽ എടുത്ത് നോക്കുക, 200-ന് മുകളിൽ പോയിട്ടില്ല, 100, 200 എന്നൊക്കെ പോയിട്ടുള്ളൂ. അതൊരു 1-2 വീഡിയോ മാത്രമേ കുറച്ച് റിച്ച് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ വീഡിയോസും 100-ന് താഴെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അവർ കൂടുതലും ജെന്യുവലായിട്ടുള്ള സബ്സ്ക്രൈബിനെ ആണ് ഉണ്ടാക്കിച്ചത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ 35K സബ്സ്ക്രൈബറുള്ള ആൾ ഇത്രയും വൈറലാകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതാണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക. കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം ഈ വെജിറ്റബിളിൻ്റെ കാര്യം പറയുമ്പോഴുള്ള നല്ലൊരു വെജിറ്റബിൾ മാത്രം സെയിൽ ചെയ്യുക എന്നുള്ളത് ഇല്ല. അതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് നല്ലൊരു കണ്ടന്റ് ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുള്ളതിന് വ്യൂസ് ആയാലും സബ്സ്ക്രൈബറൊക്കെ ആയാലും പതുക്കെയാണ് കയറി തുടങ്ങുന്നത്. അപ്പോൾ എത്രയും സബ്സ്ക്രൈബർ ഉണ്ട് അത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മളുടെ ക്വാളിറ്റി നമ്മൾ ജെന്യുവലായിട്ടുള്ള പൊസിഷൻ എന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നതുള്ളത് കൊണ്ട് മാത്രമേ നമുക്ക് ഇതുപോലുള്ള വൈറലാകാൻ പറ്റത്തുള്ളൂ. അതുപോലെയുള്ള
മാക്സിമം നിങ്ങൾക്ക് കുറച്ച് ക്ഷമയൊക്കെ ആവുക. അപ്പം നിങ്ങൾ കുറേ കഷ്ടപ്പെടുന്നത് പോലെ നമ്മളെ പോലെ തന്നെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് ആയാലും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ അന്ന് ഉള്ളതായിരിക്കണം അവരിപ്പോഴും നല്ല റിച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവരെ പോലെ നമുക്കും ഒരു കാലം വരിക എന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോയിലിടുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട. നമുക്ക് പിന്നീടായാലും നമുക്കൊരു ടീം തന്നെയുണ്ട്, അവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ യൂട്യൂബിലൂടെ ആയാലും കമൻറ്റിലൂടെയൊക്കെ ആയാലും നമ്മളെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് തീർക്കുകയായിരിക്കും. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബും ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ തുടർന്നുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബൈ, ടാറ്റ.